ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളൊരു കിച്ചൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതോ. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തതിന് അലൂമിനിയം ചാനലിൽ PVC ഷീറ്റ് ഇട്ട് ചെയ്ത ഒരു വർക്കാണത്. കണ്ടല്ലോ നമ്മൾ മോഡുലാർ കിച്ചൺ, അതായത് നമ്മൾ മൾട്ടിവുഡിലൊക്കെ ചെയ്ത പോലെയല്ലേ. പിന്നെ അതുപോലെ അടിയിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ സീലിങ്ങിൽ ചെയ്തതാണ്, സ്ട്രിപ്പ് ലൈറ്റ് കട്ട് ചെയ്ത് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ്. ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൂടുന്നവർക്കൊന്ന് സ്കിപ്പ് ചെയ്തൊക്കെ കാണാം. പിന്നെ ഗ്ലാസ് ഡോറും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ കാണാൻ കേട്ടോ. ഇത് ചെയറൊന്നും പുറത്തേക്ക് തള്ളിക്കാണ്ട്, അതായത് അത്ര സ്ഥലം കുറയുന്ന പരിപാടിയൊന്നുമില്ല, ഉള്ളിക്ക് ചാരികാണ്ട് നിൽക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കിച്ചൻ്റെ വീഡിയോ കേട്ടോ. കിച്ചൻ്റെ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. റാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ബോക്സ് നല്ല ഭംഗി തന്നെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിഭാഗം കോൺക്രീറ്റ് സ്ലാബ് തന്നെ ചെയ്തിട്ടുള്ളതോ. സ്ലാബിൽ ഗ്രാനൈറ്റ് കുറച്ച് തള്ളി വെച്ചുകൊണ്ട് ഗ്രാനൈറ്റ് നേരെ അടിയിൽ ഡോറായി വരുമ്പോൾ കാണാൻ ആ മോഡുലാർ കിച്ചൻ്റെ ഭംഗി വരുന്നുണ്ട്. കാരണം അടിയിൽ സ്കാറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ കാണാൻ ഭംഗി കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് രണ്ട് കളറിലാണ് ചെയ്തിട്ടുള്ളത്. PVC ഷീറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രണ്ട് വൈറ്റാണ്, അതുപോലെ തന്നെ ഒരു പച്ച കളറിലെ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഡോറുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ മുകൾക്കൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോക്സ് ആയിക്കാണ്ട് ഫ്രീ ആയി കൊടുത്തേക്കാണ് കേട്ടോ. ഈ രണ്ട് സൈഡുകൾ, 3 സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാണ്. അത് ഓപ്പൺ ആയാണ് കൊടുത്തിട്ടുള്ളത്. വുഡൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് അലുമിനിയം ചെയ്തിട്ടുള്ളത് സ്റ്റീൽ കോട്ടിങ്ങിലാണ് ഡോറുകളൊക്കെ ചെയ്തിട്ടുള്ളത് അടിഭാഗത്തൊക്കെ. അതാകുമ്പോൾ പിന്നെ ഈ കളർ പോകുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ ചിമ്മിനി വരുന്നുണ്ട്. ചിമ്മിൻ്റെ മുകൾ ഭാഗമൊക്കെ ഹോളിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ അവിടെ ചെറിയ ഭംഗിക്ക് വേണ്ടിയുണ്ട് 2 ബോക്സ് ആയിക്കാണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതേ ഹൈറ്റിൽ അവിടെ ജനലൊക്കെ വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. ഇവിടെ 2 കിച്ചൺ വരുന്നുണ്ട്. അപ്പുറത്താണ് നമ്മളെ GTVT ഒക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നേരെ അപ്പുറത്തായിട്ട് 2 ഡോറ് വേറെ കൊടുത്തിട്ട് ഇതാട്ടെ നമ്മൾ അടുപ്പ് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ വെറും ഗ്രാനൈറ്റ് സ്ലാബ് ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടല്ല, കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ്. ഇവിടെ 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടല്ലേ ഇതായിട്ടുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ ഗ്ലാസ് തട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ വെച്ച് വെച്ചാൽ കാണാം, കൂളിംഗ് ഗ്ലാസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോ ചെയ്യുന്നപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ അടിഭാഗമാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗം കോർണറിൽ ഷീറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോർ ചെയ്തിട്ടുണ്ട്. അതുണ്ടല്ലേ സ്ലാബ് കുറച്ച് തള്ളിയിട്ടുകൊണ്ട് ഈ നമ്മളെ മോഡുലാർ കിച്ചൻ്റെ ഭംഗിയിൽ വന്നിരിക്കണല്ലേ. ഗ്രാനൈറ്റ് ഒരു 2 ഇഞ്ചോളം അങ്ങോട്ട് മുന്നേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. എന്തായാലും കിച്ചൺ എല്ലാവരും ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലുള്ള നമ്മളെ കിച്ചൺ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകുക. അപ്പോൾ അവിടെ 3 ഡ്രോ കൊടുത്തിട്ടുണ്ട്. ബാസ്ക്കറ്റ്, പ്ലേറ്റ് വെക്കാമല്ലോ, പ്ലെയിനും കട്ട്ലറി ആയിട്ട് 3 നേരെ ഇതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തുള്ളൂ. ഗ്യാസിൻ്റെ അടിഭാഗത്ത് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ഡോറ് ഗ്യാസ് വെക്കാനുള്ള ഡോറിൻ്റെ ഇതൊന്ന് സ്പേസ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു പുൾ ഔട്ട് മാട ചെയ്തിട്ടുണ്ട്. നമ്മൾ എണ്ണ ക്യാനൊക്കെ വെക്കാനുള്ളതാണിത്. പിന്നെ രണ്ടാമത്തെ കിച്ചൺ പറഞ്ഞല്ലേ, രണ്ടാമത്തെ കിച്ചണാണിത്. ഡോർ തുറന്ന് നേരെ പോയാൽ രണ്ടാമത്തെ കിച്ചണാണ്. ഇത് വുഡ് ആൻഡ് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത കളറായാണ് ചെയ്തത്. ആ മുകളിൽ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് GTBT വന്നിട്ടുള്ളത് കേട്ടോ. ഫുൾ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രോ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പ്രോ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ തന്നെ അഡ്ജസ്റ്റ് ആയി നിന്നോളും. പിന്നെ അടിഭാഗത്ത് ഇതുപോലെ തന്നെ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് കാര്യമായിട്ട് വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ മാതിരി ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെ ഇനി വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയും ചെയ്യണം. നമ്മൾ ഫാബ്രിക്കേഷന്മാരനുണ്ടാവും, അത് ഒരുപാട് പാട്ടുകൾ അറിയിക്കാം. നമുക്ക് അടുത്തിൽ നല്ല സെറ്റായി ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഡ്രോ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിറകടുപ്പിൻ്റെ അടിയിൽ ആയിട്ട് ഡോർ ചെയ്തിട്ടുണ്ട്. 3 ഡോറ്, ഒരു ഡബിൾ ഡോർ ആയിക്കാണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. സ്ലൈഡിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഭാഗത്തേക്ക് നീക്കിയാൽ പകുതിയും പകുതിയിലുള്ള തുറന്ന് നിൽക്കുക. അപ്പോൾ ഡോറിനെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ അടുപ്പ്. പിന്നെ ഇവിടെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഡോറല്ല കേട്ടോ, അത് സ്ലൈഡിങ് ആണ് എടുത്തിട്ടുള്ളത്.
എന്നാൽ അവിടെ തുറന്ന തലമ തട്ടാനൊക്കെ സാധ്യത ഉണ്ടാവും. സ്ലൈഡിങ് കൊടുത്തുള്ളത് അതും വുഡ് സ്റ്റീലിലാണ് കൊടുത്തുള്ളത്. ഒക്കെ സ്റ്റീൽ കോട്ടിങ് ചാനലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ കോട്ടിങ് ചെയ്തുള്ള ഒരു ഉപകാരം പറഞ്ഞാൽ ഈ പൗഡർ കോട്ടിങ് ആകുമ്പോൾ ഈ കിച്ചണിലൊക്കെ കെമിക്കലൊക്കെ ആയിക്കഴിഞ്ഞാൽ കളർ പോകുന്ന പ്രശ്നം കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കിച്ചൺ ആയതുകൊണ്ട് ഇവിടെ മോൾ ഭാഗത്ത് സ്ലൈഡിങ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് കൊടുത്തിട്ടുള്ളത് അതാണ് ചിലവ് ചുരുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സാധനം കവർ ചെയ്ത് നിൽക്കും. പിന്നെ നേരെ അപ്പുറത്ത് ഗ്രില്ല് ഇട്ട് കൊടുത്തും ഇതേമാതിരി സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഇട്ടുകൊണ്ട്